എല്ലാവർക്കും AJ Electric യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ MS300 അതായത് ഡെൽറ്റ VFDയുടെ ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് റൺ ചെയ്യാം, അതല്ലെങ്കിൽ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ നോബ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എങ്ങനെ ഓൺ ഓഫ് ചെയ്യാം കീപാഡ് ഉപയോഗിച്ചിട്ട്, അതുപോലെ ഫോർവേഡ് റിവേഴ്സ് എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നതായിരിക്കും. അതായത് പുതിയതായിട്ടൊരു VFD മേടിക്കുമ്പോൾ അപ്പൊ അതിനായിട്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ എല്ലാ പാരാമീറ്റേഴ്സും ഞാൻ ചെയ്യുന്നില്ല. എങ്ങനെ നമുക്ക് ഒന്ന് ഫോർവേഡ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, അതായത് കീപാഡ് മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റും, അതിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ എങ്ങനെ നമുക്ക് ഫ്രീക്വൻസി, അതായത് സ്പീഡ് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് പൊട്ടൻഷ്യോമീറ്റർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നോബ് എങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും, അതിന് നമുക്കൊരു പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഫാക്ടറി റീസെറ്റ്, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീസെറ്റ് കൊടുക്കും, ഫാക്ടറി റീസെറ്റ് കൊടുക്കും. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീൻ ആണെങ്കിൽ പോലും നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഫാക്ടറി റീസെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നമ്മൾ അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യണം, ഇല്ല അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമില്ല. അതായത് ഫാക്ടറി റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിനായിട്ട് 50 ഹെർട്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം, അതുപോലെ 60 ഹെർട്സ് വെച്ചിട്ടും റീസെറ്റ് ചെയ്യാം. അപ്പൊ കാറ്റലോഗിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിട്ട് കീപാഡ് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ഈ VFDനെ എങ്ങനെ റൺ ചെയ്യാം എന്ന് നോക്കിയാലോ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ VFDയുടെ വയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ ഫേസ് ഡ്രൈവ് ആണ്, അതുകൊണ്ട് ഇൻപുട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് 220. അതുപോലെ നമ്മുടെ മോട്ടറിലേക്കുള്ള കണക്ഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് റൺ ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, അതുപോലെ ഫോർവേഡ് റിവേഴ്സ് ചെയ്യാം, അതുപോലെ ഈ ഒരു നോബ് ഉപയോഗിച്ചിട്ട് എങ്ങനെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, ഞാൻ നോബ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രീക്വൻസിക്ക് ഒന്നും ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കീപാഡ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു മോട്ടർ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഡ്രൈവ് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പവർ എല്ലാം ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം മോഡ് ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ H00 ഈ കാണുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് എൻ്റർ പ്രസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗ്രൂപ്പ് 0 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മുടെ പാരാമീറ്റേഴ്സ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കഴ്സർ മേലോട്ട് ആക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, അങ്ങനെ മുകളിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പം നമുക്ക് വേണ്ടത് 0 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ രണ്ടാമത്തെ പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. അതിനായിട്ട് ഒന്ന് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 0 ഗ്രൂപ്പിൽ 0 പാരാമീറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തേതായതുകൊണ്ട് മേലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 0 ഗ്രൂപ്പിൽ, അതായത് ആദ്യത്തെ ഗ്രൂപ്പിൽ രണ്ടാമത്തെ പാരാമീറ്റേഴ്സ്, ഇതിൽ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ റീസെറ്റ് എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 10 ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 60 ഹെർട്സിൽ വെച്ചിട്ടാണ് നമ്മുടെ റീസെറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ബാക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫ്രീക്വൻസി 60 ഹെർട്സിലേക്കായിട്ട് ഡീഫോൾട്ട് ആയിട്ട് റീസെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ ഞാൻ ആ 02ൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇടാം. അതായത് 0 എന്ന് പറയുന്ന നോ ഫംഗ്ഷൻ, 1 എന്ന് പറയുന്നത് റൈറ്റ് പ്രൊട്ടക്ഷൻ പാരാമീറ്റേഴ്സ്, അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ 10ാമത്തെ വാല്യൂസ് ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഫാക്ടറി റീസെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 0 ഗ്രൂപ്പിൽ 20, അതായത് 20ാമത്തെ പാരാമീറ്റേഴ്സിലേക്ക് പോകുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 0 ഗ്രൂപ്പാണ്, ഒന്നുകൂടെ എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 20ാമത്തെ പാരാമീറ്റേഴ്സിലേക്കാണ് പോകുന്നത്. ആ പാരാമീറ്റേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ മാസ്റ്റർ ഫ്രീക്വൻസി, അതായത് നമുക്ക് എങ്ങനെയാണ് ഫ്രീക്വൻസി, അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് 7, അതായത് 7 എന്ന് പറയുന്ന നമ്പർ പ്രസ് ചെയ്യാൻ പോവാണ്. 7 എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ, അതായത് ഈ ഒരു പൊട്ടൻഷ്യോ കീപാഡ്, ഈ ഡിജിറ്റൽ കീപാഡ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നമ്പറാണ് 7. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് 0 കൊടുക്കുവാണെങ്കിൽ ഡിജിറ്റൽ കീപാഡായിട്ട് വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 7 കൊടുക്കാം. 7 കൊടുത്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായാലും. അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ 20ാമത് പാരാമീറ്റേഴ്സിൽ 7 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്യണമല്ലോ, അതിന് സ്റ്റാർട്ട് വേണമല്ലോ. അതായത് റൺ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനും പ്രോഗ്രാംസ് ഉണ്ട്. അതായത് 21ാമത്തെ
പാരാമീറ്റേഴ്സിൽ നമ്മൾ അതായത് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ കീപാഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ കീപാഡ് കൊടുക്കാം. 0 തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാം. ഇനി അതല്ല എക്സ്റ്റേണൽ പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 1 എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിജിറ്റൽ കീപാഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 0 എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫ്രീക്വൻസി പൊട്ടൻഷ്യൽ മീറ്റർ വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫ്രീക്വൻസി വേരി ആവുന്നത്. അതുപോലെ റൺ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോട്ടർ റൺ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി സ്പീഡ് ഞാൻ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, അതുപോലെ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ എൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. ഇനി സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോട്ടർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2-3 പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിക്കാം, അതുപോലെ റൺ സ്റ്റോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു പാരാമീറ്റർ നോക്കിയാലോ, അതായത് പൊട്ടൻഷ്യൽ മീറ്റർ സപ്പോസ് നോബ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ആരോ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസീനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റണം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാമും കൂടി ഒന്ന് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് പാരാമീറ്റേഴ്സിൽ പോയിട്ടുണ്ട്. അതുപോലെ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്താൽ 0 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ 20 എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് 20ാമത്തെ പാരാമീറ്റേഴ്സിൽ നമ്മൾ 7 കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ ഡിജിറ്റൽ പൊട്ടൻഷ്യോ മീറ്റർ ആയത്. നമുക്കിനി കൊടുക്കേണ്ടത് 0 എന്ന് കൊടുക്കാം. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഞാൻ 0 എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ഓക്കെ, ബാക്കിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഫുൾ ഹെഡ്സിലാണ് കിടക്കുന്നത്. അതായത് ഈ പൊട്ടൻഷ്യൽ നോബ് എൻ്റെ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്പീഡിലായിരിക്കും എൻ്റെ മോട്ടർ റൺ ആവുന്നത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രോഗ്രാം ചെയ്തത് എന്താണ്, അതായത് എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ആരോസ് അതാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഫ്രീക്വൻസി 60-ലാണല്ലോ, നമുക്ക് ഇതുപോലെ ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസ് കുറയുന്നതായിരിക്കും. അതുപോലെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ റൺ കൊടുത്തിട്ടുണ്ട്, എൻ്റെ സ്പീഡ് ഞാൻ കുറയ്ക്കുകയാണ്. ഓക്കെ, അതായത് ഡിജിറ്റൽ കീപാഡ് ഈ അപ്പ് ആൻഡ് ഡൗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്യാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യോ മീറ്റർ ആണ് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാമിൽ 7 എന്ന് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അടുത്തത് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ മോട്ടറിൻ്റെ ഡയറക്ഷനോട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് റിവേഴ്സ് ഫോർവേഡ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിനായിട്ട് പ്രോഗ്രാം നമ്പർ എന്ന് പറയുന്നത് 23-ൽ പോകണം. അതായത് 0 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ 23-ൽ. അപ്പോൾ നമുക്ക് അതിനായിട്ട് പ്രോഗ്രാം മോഡിലേക്ക് പോകാം. 0 വന്നിട്ടുണ്ട്, എൻ്റർ പ്രസ് ചെയ്ത് ഇത് ഡീഫോൾട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചുകൊണ്ടാണ് 20-ലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 23-ലേക്ക് പോവാം. 23-ൽ പോകുമ്പോൾ ഇവിടെ 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0യുടെ മീനിങ് എന്ന് പറയുന്നത് എനേബിൾ ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. അതായത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ചില മെഷീൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫോർവേഡിൽ മാത്രമേ റൺ ചെയ്യാൻ പാടുള്ളൂ. സപ്പോസ് നമ്മൾ ടെർമിനൽസോ വയറോ ചേഞ്ച് ചെയ്താൽ പോലും നമ്മുടെ മോട്ടർ ഫോർവേഡിലേക്കേ റൺ ആകാവുള്ളൂ. അതുപോലെ തിരിച്ച് റിവേഴ്സിലേക്ക് വരാൻ പാടില്ല. അതേസമയം നമ്മൾ റോബോട്ടിക് ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതുണ്ടെങ്കിൽ ഒരു സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമുക്കത് ലെഫ്റ്റ് അതായത് ഫോർവേഡിലേക്കും അതുപോലെ റിവേഴ്സിലേക്കും കറങ്ങാൻ പറ്റണം. അതിനാണ് നമ്മൾ 0 ഡീഫോൾട്ട് ചെയ്യണം. 0 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് റിവേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം എനിക്ക് 1 എന്ന് ഞാൻ പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസബിൾ ആയിരിക്കും. അത് റിവേഴ്സിലേക്ക് കറങ്ങില്ല, ഫോർവേഡിലേക്ക് മാത്രമേ കറങ്ങുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുള്ളൂ. അതായത് റിവേഴ്സ് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതിൽ പോകുന്നത്. അതായത് എൻ്റെ മോട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ട്. അതായത് ഈ എങ്ങനെയാണോ ആസിറ്റീസ് ഇരിക്കുന്നത് അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനാണ് എൻ്റെ ലോക്ക് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ ഫോർവേഡ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ലോക്ക് ആയിട്ടുണ്ട്, കണ്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് റിവേഴ്സും ഫോർവേഡും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോഗ്രാം മോഡിലേക്ക് ഒന്നും കൂടി ഒന്ന് പോകാം. പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 0 കൊടുക്കാം. 0 കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ മോട്ടർ 2 ഡയറക്ഷനിലേക്കും റിവേഴ്സും അതുപോലെ ഫോർവേഡും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, എനബിൾ ആയിട്ടുണ്ട്, റിവേഴ്സും ഫോർവേഡും. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ്. അതായത് 0 ഗ്രൂപ്പിൽ 23 എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റൺ ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, അതുപോലെ എങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർവേഡ് ഫ്രീക്വൻസി അതായത് മോട്ടോർ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അതുപോലെ ഡിജിറ്റൽ പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതെങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ മോട്ടറിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് എങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എനബിൾ അതുപോലെ ഡിസബിൾ ചെയ്യാം ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് എങ്ങനെ നമുക്ക് ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ചിട്ട് ഒരു മോട്ടറിൻ്റെ വയറിംഗ് ചെയ്യാം.
അതുപോലെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഇതിനകത്ത് വരുന്ന ഈ ഡ്രൈവ്സിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക് എങ്ങനെ ഈ ഒരു ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ച് ചെയ്യാം എന്ന് മാത്രമേ നമ്മളിന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.